5 ദിവസം നീളുന്ന സംസ്ഥാനതല നേതൃയോഗം ഇന്ന് CPM-ന്റെ നേതൃത്വത്തിൽ തുടങ്ങും. ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. അതിനുശേഷം മറ്റ് ഇടങ്ങളിലേക്ക് യോഗം മുൻപോട്ട് പോകും. BJP-യുടെ വളർച്ചയാണ് ഈ യോഗങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ചർച്ച. കാരണം BJP കേരളത്തിൽ ഒരു സീറ്റിലാണ് വിജയിച്ചതെങ്കിൽ പോലും 11 നിയമസഭാ മണ്ഡലങ്ങൾ അവർ ഒന്നാമതെത്തുകയും 8 ഇടങ്ങളിൽ അവർ രണ്ടാമതെത്തുകയും ചെയ്തു. ഈ 11 ഇടങ്ങൾ, അതായത് അവർ ഒന്നാമതെത്തിയ 11 ഇടങ്ങളും CPM-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഒപ്പം തന്നെ കഴക്കൂട്ടവും കാട്ടാക്കടയും പോലെ CPM-ന്റെ സ്ട്രോങ് ഹോൾഡ് ഏരിയയിൽ പോലും അവർ ഒന്നാമതെത്തി. ഇത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് CPM കാണുന്നത്. ന്യൂനപക്ഷ പ്രീണനം, അതിരുകടന്ന ന്യൂനപക്ഷ പ്രീണനമാണ് വലിയ രീതിയിൽ തങ്ങളുടെ വോട്ടുകളെ ചോർത്തിയതെന്ന് CPM കരുതുന്നു. ഒപ്പം തന്നെ രണ്ടാമതെത്തിയ 8 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ പലതും കോൺഗ്രസിൻ്റെ അനുകൂലമായിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. പക്ഷേ അവിടെയും CPM-നേക്കാൾ വോട്ട് കൂടുതൽ BJP നേടി രണ്ടാം സ്ഥാനത്തെത്തി. അവിടെയും CPM-ന്റെ വോട്ടുകളാണ് ചോർന്നത്. അതായത് കേരളത്തിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വോട്ട് നഷ്ടമുണ്ടായ പാർട്ടി CPM-ആണ്. CPM-ന്റെ അടിത്തറ ഇളകുന്നു. അതായത് അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ പോലും ആ വോട്ടുകൾ BJP-യിലേക്ക് ഒലിച്ചു പോകുന്ന കാഴ്ചയാണ്. ഇതിനെ എങ്ങനെ തടയിടാം എന്നതാണ് ഈ നേതൃയോഗങ്ങളിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വരും നാളുകളിൽ വീണ്ടും BJP CPM പോരിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുമോ എന്നറിയില്ല. കാരണം ഇതുവരെ കോൺഗ്രസിനെ ഒരു മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടാണ് CPM മുൻപോട്ട് പോയെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. BJP-യെ തടയിടുക എന്നുള്ള ലക്ഷ്യവുമായി ാണ് CPM മുൻപോട്ട് പോകുന്നത് എന്ന ചില സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.